ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇതിന് മുന്നേ ക്യാപ്പിച്ചിനോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പൂണും ഒരു കപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നായിരുന്നു. അപ്പോൾ ഇത് ബീറ്റർ ഉള്ളവർക്ക് അതിലും വളരെ പെട്ടെന്ന് നമുക്ക് ഈ ക്യാപ്പിച്ചിനോയുടെ മിക്സ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് എത്രയാണെന്നും ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഈ മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ടൊരു ബോൾ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കുക, സാധാ കോഫി പൗഡർ അല്ല. അതേ അളവിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. 1/4 കപ്പ് വെള്ളം എടുക്കാം. വെള്ളം നമ്മൾ 1/4 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യം നമുക്ക് 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മളിത് മിക്സ് ആക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ടാണ് നമ്മുടെ ഈ കോഫി മിക്സ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ലൈറ്റ് ബ്രൗണിഷ് ആയിട്ട് വരും. ഇനി നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യമേ നമുക്ക് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കണം. നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കൂട്ടി കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം ഈ മിക്സിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ക്രീമി ആയി വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പിൽ നിന്ന് ബാക്കിയുള്ളത് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് നല്ല സ്മൂത്തി ക്രീമി ആവും. അതുവരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ കളറൊക്കെ ഇവിടെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ക്രീം കിട്ടിയിട്ടുണ്ട്. ഈ മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള പാല് 1 ടേബിൾ സ്പൂൺ ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പയ്യെ ഇത് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്പിച്ചിനോ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്പിച്ചിനോ ഇവിടെ നല്ല ക്രീമി ആയിട്ട് യമ്മി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ക്യാപ്പിച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾക്കെല്ലാവർക്കും ഇത് വളരെ ഹെൽപ്പാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഇതുപോലുള്ള വീഡിയോസുകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.